വർഷം 1867. ഇന്ത്യൻ ചരക്ക് കപ്പലായ നയൻവേ പ്രകൃതിയുടെ രൗദ്രഭാവം കണ്ട് ഭയന്നെന്ന പോലെ കൊടുങ്കാറ്റിലും പേമാരിയിലും ആടി ഉലയുകയാണ്. ഒരു ഘട്ടത്തിൽ കപ്പൽ തകരുമെന്ന് ഉറപ്പായപ്പോൾ അതിലുള്ള ജീവനക്കാരെല്ലാം ലൈഫ് ബോട്ടിലും കുറച്ചുപേർ നീന്തിയും അടുത്തുള്ളൊരു ദ്വീപിലെത്തി. പ്രത്യക്ഷത്തിൽ ആൾതാമസമില്ലാത്തൊരു ദ്വീപ്. പക്ഷേ ആ ശൂന്യതയുടെയും നിശബ്ദതയുടെയും പിന്നിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു. അവർ ആ ദ്വീപിലെത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഉടനെ പുറകിലുള്ള വനത്തിൽ നിന്നും ഒരു കൂട്ടം ഗോത്ര മനുഷ്യർ വളരെ പ്രാചീനമായ ആയുധങ്ങളുമായി ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഓടി വന്നു. കപ്പലിലെ ജീവനക്കാർ അവർക്ക് കയ്യിൽ കിട്ടിയ മരക്കഷ്ണവും കമ്പുകളും എടുത്ത് ആക്രമിക്കാൻ വന്നവർക്ക് നേരെ പ്രതിരോധം സൃഷ്ടിച്ചു. അവരുടെ ഭാഗ്യത്തിന് കപ്പൽ അപകടത്തിൽപ്പെട്ട സന്ദേശം ലഭിച്ച് ഒരു ദൗത്യസംഘം അവിടെ എത്തിയിരുന്നു. അവരവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച വളരെ ഭീകരമായിരുന്നു. ഒരു കൂട്ടം പ്രാചീന മനുഷ്യർ തങ്ങളുടെ ആളുകളെ കുന്തവും മറ്റു പ്രാചീന ആയുധങ്ങളും വെച്ച് ആക്രമിക്കുന്നതാണ്. പക്ഷെ കരയിലേക്ക് അടുക്കുന്ന ഒന്നിലധികം ബോട്ടുകളെ കണ്ടപ്പോൾ ആ പ്രാചീന മനുഷ്യർ ഉൾവനത്തിലേക്ക് ഓടി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആർക്കും ജീവഹാനി സംഭവിച്ചില്ല. അന്ന് അവരവിടെ കണ്ട പ്രാചീന മനുഷ്യർ ആരായിരുന്നു? അതേതായിരുന്നു സ്ഥലം? അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തേണ്ടതാണ്. എന്നാൽ നമുക്ക് തിരിച്ച് കഥയിലേക്ക് പോകാം. ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന വെറും 60 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനല്ലി ഐലൻഡ്. അബദ്ധത്തിൽ പോലും കയറി ചെല്ലാൻ പാടില്ലാത്ത ലോകത്തിലെ ഏക ദ്വീപ്. ആധുനിക ലോകത്തിന്റെ വളർച്ചയെക്കുറിച്ച് അറിയാത്ത, തങ്ങളെപ്പോലെ വിവിധ തരത്തിലുള്ള മനുഷ്യരുണ്ടെന്നറിയാത്ത, തങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാത്ത, ഏകദേശം 60,000 വർഷത്തിനു മുന്നേയുള്ള സമയത്തിൽ കുടുങ്ങിപ്പോയ ഒരു കൂട്ടം മനുഷ്യർ. അതാണ് നോർത്ത് സെന്റിനലീസ്. ആധുനിക സംവിധാനം ഇത്രയും വളർന്നിട്ടും ആ ദ്വീപിലേക്ക് കയറാൻ നമ്മൾ ഭയക്കുന്നത് എന്തുകൊണ്ടാവാം? അല്ലെങ്കിൽ കയറാൻ ശ്രമിക്കുന്നവരെ പ്രാകൃതമായ ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാവാം? ഇതിന് വിദഗ്ധർ ഒരു ചെറിയ കാരണം പറയുന്നുണ്ട്. 1880 മൗറിസ് ഫിഡാൽ പോർട്ട്മാൻ എന്നൊരു ബ്രിട്ടീഷ് ഓഫീസർ നോർത്ത് സെന്റിനല്ലി ഐലൻഡിനെ കുറിച്ചും അവിടെയുള്ള ആളുകളെയും കുറിച്ചും പഠിക്കാൻ വേണ്ടി ആ ദ്വീപിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് 6 പേരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോന്നു. കുറച്ച് പ്രായമായ ഒരു സ്ത്രീയും പുരുഷനും പിന്നെ 4 കുട്ടികളും. അവരെ പിന്നെ തൊട്ടടുത്തുള്ള ദ്വീപായ ആൻഡമാനിലെ പോർട്ട് ബ്ലെയറിലെത്തിച്ചു. പക്ഷേ അവരെ കാത്തിരുന്നത് വളരെ സങ്കടകരമായ ഒരു ദുരന്തമായിരുന്നു. പോർട്ട് ബ്ലെയറിലെത്തി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ പ്രായമായ ദമ്പതികൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു തുടങ്ങി. കുറച്ചു കഴിഞ്ഞ് അവർ മരണപ്പെടുകയും ചെയ്തു. അതുപോലെ അവർ കൂടെ കൊണ്ടുവന്ന 4 കുട്ടികൾക്കും ശാരീരികമായ പ്രശ്നങ്ങൾ നേരിടാൻ തുടങ്ങി. ഇത് വിലയിരുത്തിയ അവിടെയുള്ള ഡോക്ടർമാർ പറയുന്നത് ഇങ്ങനെയാണ്: നോർത്ത് സെന്റിനല്ലി ഐലൻഡിൽ താമസിക്കുന്ന ആളുകൾ ഇതുവരെ പുറം ലോകമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പോഴവർ താമസിക്കുന്ന കാടും അവിടുത്തെ അന്തരീക്ഷവും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം പുറത്തുള്ള അന്തരീക്ഷവുമായി താതാത്മ്യപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ബാക്കിയുള്ള 4 പേരെയും തിരിച്ചയച്ചില്ലെങ്കിൽ അവരും മരണപ്പെടുമെന്ന് സാരം. അങ്ങനെ ബാക്കിയുള്ള 4 പേരെയും തിരിച്ച് ആ ദ്വീപിലേക്ക് തന്നെ പറഞ്ഞുവിട്ടു. എം.വി. പോർട്ട്മാൻ 6 പേരെ തട്ടിക്കൊണ്ടുപോയത് കാരണമായിരിക്കാം നോർത്ത് സെന്റിനല്ലി ഐലൻഡിലെ ആളുകൾ ഇന്നും പുറത്തുള്ള ആളുകളെ ആക്രമിക്കുന്നതും ഭയപ്പെടുന്നതും. 2006 മീൻപിടുത്തക്കാരായ സുന്ദർ രാജും പണ്ഡിറ്റ് തിവാരിയും മത്സ്യബന്ധനത്തിനു വേണ്ടി കടലിലേക്ക് പോയതായിരുന്നു. അങ്ങനെ മീൻപിടുത്തത്തിനിടെ അവർ പ്രതീക്ഷിക്കാതെ ശക്തമായ പേമാരിയും കാറ്റും വീശിയടിക്കാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ അവർക്ക് തങ്ങളുടെ ബോട്ടിന്റെ നിയന്ത്രണം നഷ്ടമായി. ഈ വിവരം അവർ കരയിലേക്ക് അറിയിക്കുകയും എത്രയും പെട്ടെന്ന് സഹായം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പ്രകൃതി അവരോട് ചെയ്തത് മറ്റൊരു ക്രൂരതയായിരുന്നു. ശക്തമായ കാറ്റ് അവരെ എത്തിച്ചത് സെന്റിനല്ലി ഐലൻഡിലായിരുന്നു. തങ്ങളുടെ വഞ്ചിയിൽ നിന്നിറങ്ങി ആ തീരത്തെത്തിയപ്പോൾ അവിടെയുള്ള ആ ഗോത്ര മനുഷ്യർ ഇവരെ ആക്രമിക്കുകയും വധിക്കുകയും ചെയ്തു. ആ 2 മീൻപിടുത്തക്കാരുടെ സന്ദേശം ലഭിച്ച് ഇവരെ രക്ഷിക്കാൻ വന്ന ദൗത്യസംഘം കണ്ടത് വളരെ ഭീകരമായൊരു കാഴ്ചയായിരുന്നു. ആ 2 മീൻപിടുത്തക്കാരെയും കൊന്ന് മുളയിൽ കെട്ടിത്തൂക്കി ആ തീരത്ത് കുത്തിവെച്ചിരിക്കുന്നു. ഈ സംഭവം ഒരു മുന്നറിയിപ്പായിട്ടാണ് കാണുന്നത്. ഇനി ആ തീരത്തേക്ക് കയറാൻ ശ്രമിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ്. അവസാനമായി വധിക്കപ്പെട്ടത് ഒരു അമേരിക്കൻ സഞ്ചാരിയായിരുന്നു, ജോൺ അലൻ ചൗ. പ്രാദേശികമായ മീൻപിടുത്തക്കാരുടെ സഹായത്തോടുകൂടി ആ ദ്വീപിൽ എത്തിച്ചേരുകയായിരുന്നു അലൻ ചൗ. എന്നാൽ ആ ദ്വീപ് സന്ദർശിക്കുക മാത്രമായിരുന്നില്ല അലന്റെ ലക്ഷ്യം.
ദൈവം എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ആ പ്രാചീന മനുഷ്യർക്കിടയിൽ യേശുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും പരിചയപ്പെടുത്തുകയും അതിലേക്ക് വിശ്വസിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അലന്റെ ലക്ഷ്യം. എന്നാൽ അലനെ ആ തീരത്ത് ഇറക്കിവിട്ട മീൻപിടുത്തക്കാർ പറയുന്നത് അദ്ദേഹം ആ തീരത്ത് കയറിയ ഉടനെ തന്നെ ആ ഗോത്ര മനുഷ്യർ അമ്പ് ചെയ്ത് വീഴ്ത്തുകയും അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുക്കിയിട്ട ശേഷം വലിച്ചിഴച്ച് ആ മണ്ണിൽ തന്നെ ജീവനോടെ കുഴിച്ചിടുകയായിരുന്നു എന്നാണ് ആ കാഴ്ച കണ്ട നിസ്സഹായരായി നിൽക്കുന്ന മീൻപിടുത്തക്കാർ പറയുന്നത്. അതിനുശേഷം നോർത്ത് സെന്റിനലി ഐലൻഡിന്റെ 3 മൈൽ ചുറ്റളവിൽ പ്രവേശിക്കുന്നത് ക്രിമിനൽ കുറ്റകരമായി ഇന്ത്യൻ ഗവൺമെന്റ് കണക്കാക്കുന്നു. ഇന്ന് നോർത്ത് സെന്റിനലി ഐലൻഡ് ഒരു സംരക്ഷിത മേഖലയാണ്. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരവസരം ലഭിച്ചാൽ നിങ്ങൾ കയറുമോ ആ ദ്വീപിൽ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയൂ. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ ഒരു ചെറിയ വിടവാങ്ങൽ. ദിസ് ഈസ് ജാങ്കോ സ്റ്റോറീസ്.